Good morning, all. Hi, good morning. Good morning, ma'am. Good morning. How's your exam? Excuse me. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ലായിരുന്നു. വളരെ നല്ലതായിരുന്നു. വളരെ നല്ലതായിരുന്നു. ഒന്നും പറയാനില്ല. സൂപ്പർ. പറയാനില്ല അല്ലേ? ഈസി ആയിരുന്നു എന്നുള്ള പറഞ്ഞത് മിസ്. ആര് പറഞ്ഞു? പറഞ്ഞു ഈസി ആയിരുന്നു. പിന്നെ നമ്മൾ ഇവിടം വരെ ഈ കുറെ നാളെങ്കിലേക്ക് കണ്ടിട്ട് ഇവിടം വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെറിയ ഫിനിഷ് ആയിരുന്നു. Excuse me, any idea? I think they need used to, അല്ലേ? അത് കവർ ചെയ്ത് അത്രയും ആണോ? അല്ലേ? ഫിനിഷ് ആയല്ലോ. Excuse me, anyone please say? നമ്മൾ എവിടം വരെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടം വരെ PDF കാണില്ല, സ്ക്രീൻ കാണില്ല. PDF കാണുന്നില്ല ടീച്ചറെ. സ്ക്രീൻ ഷെയർ ചെയ്യാനോ? വെയിറ്റ് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത്. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഡയർ? വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഡയർ? വി ഡിസ്കസ്ഡ് ഇറ്റ് ബിഫോർ. വാട്ട് ഇസ് ദ മീനിങ്? ഡയറിന്റെ മീനിങ് എന്തായിരുന്നു? ധൈര്യപ്പെടുക അല്ലെ? നെഗറ്റീവ് ഫോം എന്തായിരുന്നു? ഐ ഡെയറിങ്. ഡെയർ നോട്ടിന്റെ അല്ലെ കോൺട്രാക്ഷൻ ഓഫ് ഡെയർ നോട്ട് ഈസ് ഡെയറിങ്. ഐ ഡെയറിങ്. എനിക്ക് ധൈര്യമുണ്ട്, എനിക്ക് ധൈര്യമില്ല. ഐ ഡെയറിങ് ഗോ ദാറ്റ് പ്ലേസ്. Okay, I dare to go that place. I dare to go that place. I daren't go there. എനിക്ക് ധൈര്യമില്ല. We daren't see the horror films. Some echo problem is there. It's Tom, please mute. Okay. Then, what's the meaning of dare? Can you give me some examples by using dare? Give me a sentence. We discuss so many sentences by using dare, daring. Excuse me. അതൊന്നും എല്ലാവരും I daren't face him. I daren't go near to him. എനിക്ക് പോകാൻ ധൈര്യമില്ല. അവന്റെ അടുത്ത് പോകാനുള്ള ധൈര്യമില്ല. Okay, we daren't see the horror films. ഞങ്ങൾക്ക് ധൈര്യമില്ല. Horror films കാണാനുള്ള ധൈര്യം. We daren't. I dare go there. എനിക്ക് ധൈര്യമുണ്ട്. I dare to go that place alone. എനിക്ക് ഒറ്റയ്ക്ക് പോകാനുള്ള ധൈര്യമുണ്ട്. We see that. Okay, dare വെച്ച് നമ്മൾ പറഞ്ഞു. Then we made a questions by using dare. How dare you behave like this? How dare you? നിനക്ക് എങ്ങനെ ധൈര്യമുണ്ടായി എന്നോട് ഇങ്ങനെ പറയാൻ? How dare you call me so? എന്നെ അങ്ങനെ വിളിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യമുണ്ടായി? How dare you call me so? Okay, how dare you? We made a question by using dare. Then what else? Can you give me some examples by using dare? Anyone, please? Excuse me, you can text. Okay, the next one is need. What is the meaning of need? What's the meaning of need? I'll share the screen. I think
വേണമെന്നല്ലേ ടീച്ചറെ? കാണുന്നുണ്ടോ? നീഡ് എന്ന് പറഞ്ഞാൽ വേണമെന്നല്ലയോ? Yes, അതെ miss. അതെ, ആവശ്യകത, നെസസിറ്റി. നിങ്ങൾ സ്ക്രീൻ കാണുന്നുണ്ടോ? Yes. ഉണ്ട് Yes, ടീച്ചറെ. miss. Okay, okay. Okay, first we discussed that what's the use of dare. അല്ലെ, dare ഉപയോഗിച്ച് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ്. What's the meaning of dare? Dare means face boldly, ധൈര്യപ്പെടുക എന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ dare ഉപയോഗിച്ച് പറഞ്ഞത്. ധൈര്യപ്പെടുക. Dare, I dare. How dare you go there alone? അല്ലെ, എങ്ങനെ ധൈര്യമുണ്ടായി, നിനക്ക് എങ്ങനെ ധൈര്യമുണ്ടായി എന്നോട് ഇങ്ങനെ പെരുമാറാൻ. How dare you behave like this? Go if you dare. Okay, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പോകും. Go if you dare. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ പോകും. We saw so many sentences by using dare. Okay, the next one is need. What is the meaning of need? ആവശ്യകത, necessity. As you said, it's necessity, requirement. അല്ലേ, നമ്മളെ ആവശ്യകതയാണ്. What's the difference between need and want? What's the difference? Need, want ന്റെ വ്യത്യാസം എന്താണ്? What's the difference? Can you say anyone? What's the വേണ്ടെന്ന് difference? പറഞ്ഞ ഉറപ്പായിട്ട് വേണമെന്ന്, മറ്റേത് വേണം ജസ്റ്റ് ചോദിക്കുന്നു, അത്രേ ഉള്ളൂ. What's the difference? Anyone please say. ഇതില് പറഞ്ഞേ. Yes, I hear that, Tom. Just wait. I need another reply. Excuse me. Anyone please say what's the difference between need and want? I need some water. I need some water. Must, അത്യാവശ്യം, is good subject. Yes, it is needed. It is the requirement. അല്ലെ, requirement ആണ് അല്ലെ, for our survival. നമുക്ക് ജീവിക്കാൻ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. I need some water. Okay, എനിക്ക് വെള്ളം വേണം, അത്യാവശ്യമാണ്, അതെന്തായാലും നമുക്ക് വേണം. Want, what is the meaning of want? Basic, yes, basic needs or basic requirement for our survival. അല്ലെ, നമ്മളെ ജീവിക്കാൻ ആവശ്യമായിട്ട്. I need a shelter. എനിക്കൊരു ഷെൽട്ടർ ആവശ്യമാണ് അല്ലെ. I need a shelter. Okay, I need a shelter. I feel so hungry. I need some food. I feel so hungry, so I need some food. എനിക്ക് കുറച്ച് ഫുഡ് വേണം. It's basic requirement. It's needed for our survival. നമ്മുടെ ജീവിക്കാൻ ആവശ്യമായിട്ട് it's needed. Okay, basic requirement. It's required for our survival. Then at the same time, what's the meaning of want? Want. I want to buy a new car. What's your ambition? When I am asking you, what's your ambition? Yes, it's our desire. Yes, good. ആഗ്രഹം അല്ലെ, നമ്മളുടെ ആഗ്രഹമാണ്. It's our desire. I want to buy a new car. അതിന്റെ ആഗ്രഹമാണ്. Okay, I want to buy a new car. What's your ambition? What do you want to become in your future? If I ask you a question, what do you will answer? I want to be a teacher. Okay, I want to become a teacher. I want to become a hospital staff. You would answer, isn't it? അല്ലെ, നിങ്ങൾ ആൻസർ പറയും, എനിക്ക് I want to become, because it's my desire to become. എനിക്ക് ആകാനുള്ള ആഗ്രഹം. Okay, എനിക്ക് ആകാനുള്ള ആഗ്രഹം. It's our desire. നമ്മളുടെ ആഗ്രഹമാണ്. Okay, clear? The next one, we are discussing about need to express our necessity, obligation. Obligation means what? Our duties, responsibilities that we have to do. അത് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഡ്യൂട്ടീസ് ആണ് എന്ത് ഒബ്ലിഗേഷൻ എന്ന് വെച്ച് പറയുന്നത്. ഒബ്ലിഗേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. You need to do exercise. It's our obligation, isn't it? It's our necessity for our health. For our health, it's necessary. You need to do regular exercise. നീ എന്തായാലും ചെയ്യണം. You need to do that. Okay, you need to obey your parents. You need to protect your aged parents. It's your obligation. Okay, we can say that we need to protect our aged parents. Okay, can you say some sentence by using need? Can you say some? Anyone please try.
What's the negative form of need? Negative form Need. need. Okay, need not in the pagaram, നമ്മൾ need it. ചേർത്ത് പറയുന്നു need it. Okay, need it use ചെയ്ത്. I needn't go there. You needn't come with me. നീ എൻ്റെ കൂടെ വരേണ്ട ആവശ്യമില്ല. You needn't. I know how to go that place. Okay, alone. Okay, you needn't come with me. നീ എൻ്റെ കൂടെ വരേണ്ട ആവശ്യമില്ല. Okay. Then. Okay. Any example? We need to obey our teachers. The students need to obey our teachers. Obligation. Okay. You need to protect our motherland. We need to protect our motherland. We need to save. We need to protect our environment. We need it. We need it. Throw litters into the public place. I need some water. It's good. I need some water. It's a basic requirement. So I need some water. Okay. I need some water. It's good. Then next one we discussed that used to. What is the meaning of used to? What's the meaning of used to? പതിവായി. Yes. Yes. Used to. നമ്മൾ നേരത്തെ ചെയ്യാറുണ്ടായിരുന്ന കാര്യം അല്ലെ പതിവായി നമ്മൾ ചെയ്യാറുണ്ടായിരുന്നു. Okay, we used to do that അല്ലെ നമ്മൾ നേരത്തെ പതിവായി in the past habitual action. Okay, to express past habitual action we used to. നമ്മൾ used to ഉപയോഗിക്കും. I used to smoke. He used to smoke. അതായത് നേരത്തെ അവൻ പുകവലിക്കുമായിരുന്നു. He used to smoke, but now he doesn't. ഓക്കെ പക്ഷെ അവൻ ഇപ്പോൾ ചെയ്യുന്നില്ല. പണ്ട് ചെയ്യാറുണ്ടായിരുന്നു പക്ഷെ അവൻ ഇപ്പോൾ ചെയ്യുന്നില്ല. He doesn't smoke now. പണ്ട് ചെയ്യാറുണ്ടായിരുന്നു പക്ഷെ അവൻ ഇപ്പോൾ ചെയ്യുന്നില്ല. He doesn't smoke now. He used to smoke. Okay. I used to walk every day. Yes, very good. I used to walk every day. I used to walk every day, but now I couldn't do that. എനിക്ക് കഴിയുന്നില്ല. But now I cannot. എനിക്ക് കഴിയുന്നില്ല. എനിക്ക് സാധിക്കുന്നില്ല. I cannot get any free time. Okay, എനിക്ക് കിട്ടുന്നില്ല. Free time ഒന്നും കിട്ടുന്നില്ല. I used to go to church. I used to go to church. പക്ഷെ നേരത്തെ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇപ്പോൾ അത് ചെയ്യുന്നില്ല. I can't catch the ball. I used to play cricket well, but now I can't. I used to play. Before I can do that. അല്ല എനിക്ക് നേരത്തെ അത് ചെയ്യാൻ പറ്റുമായിരുന്നു അല്ലെ നേരത്തെ ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷെ അത് എനിക്കിപ്പോൾ സാധിക്കുന്നില്ല. പണ്ട് ഞാൻ ചെയ്യുമായിരുന്നു പക്ഷെ ഇപ്പോൾ എനിക്കത് സാധിക്കുന്നില്ല. Then we used to meet at the park every day. Okay, നേരത്തെ കാണുമായിരുന്നു. On the way to home, we used to meet at the park every day. But now, ഇപ്പോൾ അത് സാധിക്കുന്നില്ല. ഇപ്പോൾ അത് പറ്റുന്നില്ല. Then I used to read a lot earlier. നേരത്തെ ഞാൻ ധാരാളം വായിക്കുമായിരുന്നു. I used to. പതിവായി ഞാൻ ചെയ്യാറുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഇപ്പോൾ പറ്റുന്നില്ല. പതിവായി ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. പതിവായി നമ്മളൊരു ശീലം നമുക്കുണ്ടായിരുന്ന ഒരു ശീലത്തെ കുറിച്ച് പറയുവാൻ എന്തുപയോഗിക്കുന്നു? used to ഉപയോഗിച്ച് പറയുന്നു. Before I played violin very well. ഞാൻ വയലിൻ നന്നായി വായിക്കുമായിരുന്നു. Before, when I was at school, I played violin very well. But now I can't. പക്ഷെ എനിക്കത് ഇപ്പോൾ സാധ്യമല്ല. ഇപ്പോൾ പറ്റുന്നില്ല. Then she didn't. Next one, negative form എങ്ങനെ വരും? Negative form ഞാൻ ചെയ്യാറില്ലായിരുന്നു പക്ഷെ ഞാൻ ഇപ്പോൾ അത് ചെയ്യുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ മിസ് പറയുന്നത്? I used to see him on my way to college. നേരത്തെ ഞാൻ ചെയ്യുമായിരുന്നു പക്ഷെ ഞാനത് ഇപ്പോൾ ചെയ്യുന്നില്ല എന്ന് പറയുവാൻ used to ഉപയോഗിച്ച് പറയുന്നു. നേരത്തെ എനിക്കത് എന്റെ ഒരു ശീലമായിരുന്നത് പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻ ആയിരുന്നു പക്ഷെ എനിക്കത് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല. used to ഉപയോഗിച്ച് പറയുന്നു. used to ഉപയോഗിക്കുന്നു. He used to meet at the park every day. He used to ചെയ്യാറുണ്ടായിരുന്നു. പതിവായി ചെയ്യാറുണ്ടായിരുന്നു.
Then, what else? I used to see him on my way to college. I used to see him on my way to college. Used to ഉപയോഗിച്ച് പറയൂ. Used to. Make a sentence by used to. Then, I used to read a lot earlier. But now I can't. എനിക്ക് പറ്റുന്നില്ല. നേരത്തെ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു, പക്ഷെ എനിക്കത് ഇപ്പോൾ പറ്റുന്നില്ല. He used to sing very beautifully years back. He used to sing very beautifully years back. Earlier, she used to sing very well. വളരെ നന്നായി അവൾ പാടുമായിരുന്നു. She used to sing. Okay, can you give me some example? I used to. Can you give me? ഞാൻ നേരത്തെ ചെയ്യാറുണ്ടായിരുന്നു. Anyone, please. Then negative form. How can we make negative form? Didn't used to. Okay, you can use didn't used to. Okay, I didn't used to drive. എനിക്ക് നേരത്തെ എനിക്ക് കഴിയില്ലായിരുന്നു. I didn't used to drive, but now I can. എനിക്ക് പക്ഷെ ഇപ്പോൾ സാധിക്കുന്നുണ്ട്. I didn't used to ഉപയോഗിക്കുന്നു കേട്ടോ. I didn't used to. നെഗറ്റീവ് ഫോം ചെയ്യുമ്പോൾ നേരത്തെ എനിക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു, പക്ഷെ എനിക്ക് ഇപ്പോൾ പറ്റുന്നുണ്ട്. യൂസ് ടു ഉപയോഗിക്കുന്നപ്പോഴാണ് നമ്മൾ നേരത്തെ ചെയ്യാൻ കഴിയുമായിരുന്നു, പക്ഷെ ഇപ്പോൾ പറ്റുന്നില്ല. I used to exercise every day but now I can't. Yes, good. Very good. I used to exercise regularly. I used to exercise regularly, but now I can't. പക്ഷെ എനിക്ക് ഇപ്പോൾ സാധിക്കുന്നില്ല. Okay, എനിക്ക് കഴിയുന്നില്ല, ഇപ്പോൾ എനിക്ക് പറ്റുന്നില്ല. Then next one. നെഗറ്റീവ് ഫോം എങ്ങനെ വന്നു? നേരത്തെ എനിക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. I didn't used to read a lot. എനിക്ക് നേരത്തെ വായിക്കാൻ സാധിക്കില്ലായിരുന്നു, കൂടുതൽ വായിക്കാൻ കഴിയില്ല. But now I get lot of free time. Okay, but now I can. I didn't used to dance. Didn't use ആണ് വരുന്നത് കേട്ടോ. Didn't use. Used to എന്ന് പറയുമ്പോൾ used to USED വരുന്നുണ്ട്. Used to. പക്ഷെ നെഗറ്റീവ് ഫോം വരുമ്പോൾ didn't used to, because used നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് അവിടെ. Didn't used to വരുള്ളൂ. USE മാത്രമേ വരുള്ളൂ. I didn't used to. Clear ആണോ? I didn't used to. She didn't used to talk to anyone. അവൾ ആരോടും സംസാരിക്കില്ലായിരുന്നു നേരത്തെ. She didn't used to. Okay? She didn't used to talk to anyone. But now she does. പക്ഷെ അവൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. But now ഇപ്പോൾ അവൾ ചെയ്യുന്നത്. നേരത്തെ അവൾ ചെയ്യില്ലായിരുന്നു. പക്ഷെ അവൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. She didn't used to talk to anyone, but now she does. Then, clear ആണോ? He didn't used to talk to anyone. നേരത്തെ അവൻ സംസാരിക്കില്ലായിരുന്നു. Okay? Then how to make a question by using used to? Did you used to visit the sick? Did you നീ ചെയ്യാറുണ്ടായിരുന്നോ? ഈ നേരത്തെ വിസിറ്റ് ചെയ്യാറുണ്ടായിരുന്നോ? സന്ദർശിക്കുമായിരുന്നോ? സിക്ക് പീപ്പിളിനെ, അസുഖമുള്ളവരെ നീ വിസിറ്റ് ചെയ്യാറുണ്ടായിരുന്നോ? Did you used to smoke? നീ സ്മോക്ക് ചെയ്യാറുണ്ടായിരുന്നോ? നിനക്ക് അങ്ങനെയുള്ള ഒരു ശീലം നിനക്ക് നേരത്തെ ഉണ്ടായിരുന്നോ? Did you used to smoke? Okay, it's a question. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. Okay, did you used to do that? നീ അങ്ങനെ ചെയ്യുമായിരുന്നോ? Did you used to go to church? നീ പോയിരുന്നോ? ചർച്ചിൽ പോയിരുന്നോ? Did you used to do regular exercise? Did you used to do regular exercise? നീ ചെയ്യുമായിരുന്നോ? Clear ആണോ? Clear? Used to. നമ്മൾ നേരത്തെ റിവൈസ് ചെയ്തതായിരുന്നതെല്ലാം dare, need, used to. Clear ആണോ? Excuse me. Anyone please respond. If you have any questions, you can ask.
നിങ്ങൾ എപ്പോഴായിരുന്നു ഓഫീസിൽ പോകാറുണ്ടായിരുന്നത്? എങ്ങനെ ചോദിക്കും? നിങ്ങൾ എപ്പോഴാണ് ഓഫീസിൽ പോകാറുണ്ടായിരുന്നത്? How can we ask? Anyone please try. നിങ്ങൾ എപ്പോഴായിരുന്നു ഓഫീസിൽ പോകാറുണ്ടായിരുന്നത്? എപ്പോൾ? ഏത് ക്വസ്റ്റ്യൻ വേർഡ് വരും? എപ്പോൾ? When did you? Yes, very good. When did you? Very good. When did you പോകാറുണ്ടായിരുന്നത്? When did you used to go to office? അല്ലേ? When did you used to go to office? When did you used to go to office? Then നിങ്ങൾ മദ്യപിക്കാറുണ്ടായിരുന്നോ? എങ്ങനെ ചോദിക്കും? അപ്പൊ എങ്ങനെ ചോദിക്കും? Did you used to drink? നിങ്ങൾ മദ്യപിക്കാറുണ്ടായിരുന്നോ? നേരത്തെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നോ? Did you used to drink? Yes, very good. When did you used to go to office? USE. Okay. When did you? Did വന്നുകൊണ്ട് നമ്മൾ യൂസ് ഉപയോഗിക്കുള്ളൂ കേട്ടോ. USE. When did you used to go to office? Okay. അവൾ നന്നായി പാട്ട് പാടുമായിരുന്നു. എങ്ങനെ ചോദിക്കും? അവൾ നന്നായി പാട്ട് പാടുമായിരുന്നു. അവൾ നന്നായി പാട്ട് പാടുമായിരുന്നു. Nobody is there. Please respond. No problem whether it is wrong. I'll help you. Excuse me. She did use sing very well. ഇതൊരു ക്വസ്റ്റ്യൻ ആണല്ലേ? ഇതൊരു ക്വസ്റ്റ്യൻ അല്ലേ? അപ്പൊ എന്ത് പറയും നമ്മള്? Did you use to? Yes, good. Did you use to? ഒരു ക്വസ്റ്റ്യൻ ആണെന്നാണ് ഞാൻ മിസ് പറഞ്ഞത്. യൂസ് ടു ഉപയോഗിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? എന്തായിരുന്നു ക്വസ്റ്റ്യൻ? മിസ് പറഞ്ഞത് എന്തായിരുന്നു? അവൾ പാട്ട് പാടുമായിരുന്നു നല്ലവണ്ണം. നന്നായി പാട്ട് പാടുമായിരുന്നു. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും. Did she Yes, good. Did used to sing very well? she used to sing? Very well. Yes. Did she used to sing well? Okay, അവൾ നന്നായി പാട്ട് പാടുമായിരുന്നു. Okay, did she used to sing well? You can say. Then അവൾ നന്നായി ഡാൻസ് ചെയ്യുമായിരുന്നു. എങ്ങനെ പറയും? അവൾ നന്നായി ഡാൻസ് ചെയ്യുമായിരുന്നു. She used the dance. Yes, Did very she good. use She to used to dance well. True. Did she used to dance well? Very good. Did she used to dance well? Then നീ പടം കാണുമാറുണ്ടായിരുന്നു. പടം കാണാറുണ്ടായിരുന്നു. നീ നേരത്തെ പടം കാണാറുണ്ടായിരുന്നു. Did you Say. watch? Did you used to watch the movie? Yes. Did you used to see films? Okay. Did you used to see? കാണാറുണ്ടായിരുന്നു. Used to watch. You can say that. Did you used to watch films? നീ പടം കാണാറുണ്ടായിരുന്നു. നേരത്തെ നീ ഇങ്ങനെ ശീലമുണ്ടായിരുന്നു അല്ലെ? നീ ധാരാളം വായിക്കാറുണ്ടായിരുന്നോ? എങ്ങനെ ചോദിക്കും? Did you used to read Yes, a lot? നീ ധാരാളം വായിക്കാറുണ്ടായിരുന്നു. Did you used to read a lot? നീ ധാരാളം വായിക്കാറുണ്ടായിരുന്നു നേരത്തെ അല്ലെ? Did you use നിനക്ക് ഇങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടായിരുന്നോ എന്നുള്ളൊരു മീനിങ്ങിൽ ചോദിക്കുന്നു. Yes, very good. Yes, very good. Did you used to read a lot? Yes. Good. Then നീ എത്ര മണിക്കാണ് കിടക്കാറുണ്ടായിരുന്നത്? എങ്ങനെ ചോദിക്കാം? നീ എത്ര മണിക്കാണ് കിടക്കാറുണ്ടായിരുന്നത്? നീ എത്ര മണിക്കാണ്? What time? You can ask. What time you used to go to bed? What time you used to go to bed?
യൂസ്ഡ് പതിവായി നമ്മൾ ചെയ്യാറുണ്ടായിരുന്ന ഒരു കാര്യമാണ് യൂസ്ഡ് ഉപയോഗിച്ച് പറയുന്നത്. ക്ലിയർ ആണോ? യൂസ്ഡ് ഉപയോഗിച്ച് പറയുന്നത് പതിവായി നമ്മൾ ചെയ്യാറുണ്ടായിരുന്നു. Then ഇതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴാണ് did you used to do that? Did you used to read aloud? Did you used to sing well? നീ ചെയ്യാറുണ്ടായിരുന്നോ? നീ നേരത്തെ ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ നമ്മൾ did you used to എന്ന് ചോദിച്ചു. ഓക്കെ, did you used to? ഓക്കെ, ക്ലിയർ ആണോ? did you used to ഉപയോഗിച്ച് പറഞ്ഞു പതിവായി ചെയ്യാറുണ്ടായിരുന്നു. I used to, he used to smoke. അവൻ നേരത്തെ പുകവലിക്കാറുണ്ടായിരുന്നു. ബട്ട് നൗ ഹി ഡസന്റ് സ്മോക്ക്. പക്ഷെ അവൻ ഇപ്പോ സ്മോക്ക് ചെയ്യുന്നില്ല. നെഗറ്റീവ് ഫോം എങ്ങനെ പറഞ്ഞു? നേരത്തെ അവൻ ചെയ്യാറുണ്ടായില്ല, പക്ഷെ അവൻ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഹി ഡിഡ്ന്റ് യൂസ് ടു സ്മോക്ക് ബട്ട് നൗ ഹി ഡസ്. പക്ഷെ അവൻ ഇപ്പോൾ ചെയ്യുന്നുണ്ട് അല്ലെ? നേരത്തെ അവൻ ചെയ്യാറില്ലായിരുന്നു, പക്ഷെ അവൻ ഇപ്പോൾ ചെയ്യുന്നു. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? Say yes or no. Clear means Clear. Okay. Then can I move to next? That's ought to. Okay. Ought to ആണ് മിസ് പറയുമ്പോൾ ഒന്ന് എഴുതി പോണേ. ഓരോ എക്സാമ്പിൾസും ഒന്ന് എഴുതണേ. Then ought to. Okay. Next one is ought to. അതായത് നമ്മൾ എന്തായാലും ചെയ്യണം. നേരത്തെ നമ്മൾ need to പറഞ്ഞു, obligation. ഇതും ought to. ഒരു obligation തന്നെയാണ് കേട്ടോ. Obligations. Okay, to express obligation, advice. ഒരു അഡ്വൈസ് കൊടുക്കുമ്പോഴും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ought ഉപയോഗിച്ച് പറയുന്നു. ഷുഡ് ആണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഷുഡ് ought to ഉപയോഗിക്കാറുണ്ട്. നീ എന്തായാലും ചെയ്യണം എന്നുള്ളൊരു മീനിങ്ങിലാണ്. you ought to do that. നീ എന്തായാലും ചെയ്യണം. ഓക്കെ, ഒബ്ലിഗേഷൻ എപ്പോഴും റെസ്പോൺസിബിലിറ്റി ആണ്, നമ്മളുടെ കടമയാണ്, ചെയ്യാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. you ought to do that. You ought to do some exercise. നീ എന്തായാലും ചെയ്യണം എന്നുള്ളൊരു മസ്റ്റ് ആയിട്ട്, അതായത് ഷുഡിന് പകരമായിട്ട് ഉപയോഗിക്കുന്നതാണ് ought to. ഓക്കെ, നമുക്ക് നോക്കാം. The teachers ought to appreciate the ability of the children. The teachers ought to എന്തായാലും ചെയ്യേണ്ടതാണ് അല്ലെ? ought to appreciate, അഭിനന്ദിക്കണം, the ability of the students. Okay, the teachers ought to appreciate the ability of the students. We ought to respect our teachers and elders. Our obligation അല്ലെ, നമ്മളുടെ റൈറ്റ്, നമ്മളുടെ ഡ്യൂട്ടി ആണത്. നമ്മൾ എന്തായാലും ചെയ്യേണ്ടതാണ് അങ്ങനെ. We ought to respect our teachers. The students ought to respect our teachers and elders. We ought to respect our motherland. നമ്മൾ ചെയ്യണം അല്ലെ? We ought to respect, നമ്മൾ ബഹുമാനിക്കണം നമ്മുടെ മദർലാൻഡിനെ അല്ലെ? Then you ought to study well. It's an advice. നീ നന്നായി പഠിക്കണം. It's an advice. When we give some advice to others, we can use ought to ഉപയോഗിച്ച് പറയുന്നു. ഒരു അഡ്വൈസ് കൊടുക്കാനും നമ്മൾ ought to ഉപയോഗിച്ച് പറയുന്നു. You ought to study well. നീ നന്നായി പഠിക്കണം. You ought to consult a doctor before taking medicine. നീ മെഡിസിൻ എടുക്കുന്നതിന് മുമ്പ് നീ എന്തായാലും ഒരു ഡോക്ടറിനെ കാണണം. Okay, you ought to do some exercise. Okay, you ought to do some exercise. നീ എന്തായാലും കുറച്ച് എക്സസൈസ് എപ്പോഴും റെഗുലർ ആയിട്ട് ചെയ്യണം. You ought to do that. You ought to do that. Clear ആണോ? ought to, നീ എന്തായാലും ചെയ്യണം, നീ എന്തായാലും ചെയ്യേണ്ടതാണ്. And to express our obligation also എന്തുപയോഗിക്കുന്നു? ought to ഉപയോഗിച്ച് പറയുന്നു. ought to ഉപയോഗിക്കുന്നു. Clear ആണോ? Can you give me some examples? Parents ought to educate their children properly. അതായത് പാരന്റ്സ് നന്നായി നല്ല വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുക്കേണ്ടതാണ്. Okay, parents ought to educate. Parents ought to educate their children properly. He ought to listen more carefully. മറ്റുള്ളവർക്കുള്ള ഒരു ഉപദേശം അവൻ കൂടുതൽ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അവന് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യായിരുന്നു. He ought to അവൻ ചെയ്യേണ്ടതായിരുന്നു. He ought to listen more carefully. You ought to work hard for your examination. നീ എന്തായാലും an advice അല്ലെ? നീ എന്തായാലും നല്ല ഹാർഡ് വർക്ക് ചെയ്യണം. You ought to work hard for your examination, for getting good results. നല്ല റിസൾട്ട് കിട്ടാൻ അല്ലെ എന്ത് ചെയ്യണം? You ought to work hard. നന്നായി കഷ്ടപ്പെടണം, നന്നായി
ജോലി എടുക്കണം അല്ലെ. നന്നായി കഷ്ടപ്പെട്ടാൽ മാത്രമേ നിനക്ക് നല്ലൊരു ഗുഡ് റിസൾട്ട്സ് സ്കോർ ചെയ്യാൻ പറ്റുകയുള്ളൂ. യു ought to do that. ഓക്കെ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെ നമ്മൾ എന്തായാലും ചെയ്തിരിക്കണം. അഡ്വൈസ് ആകാം. യൂസ് യു ought to ഉപയോഗിച്ച് പറയുന്നു. Can you give me some example by using ought to? ought to ഉപയോഗിച്ച് എക്സാമ്പിൾ എന്ന് പറയോ? You ought to write exam. എന്തായാലും എഴുതണം, എക്സാം എഴുതണം. You ought to. Yes, it's an advice. So, yes. Children ought to respect the parents. Tell me. Children ought to respect the parents. Children ought to Respect. respect is good. Children ought to respect their parents. Respect your parents. നിങ്ങളുടെ പാരന്റ്സിനെ എന്തായാലും ബഹുമാനിക്കണം. Okay. Okay, we ought to protect. You can say that. നമ്മൾ നേരത്തെ need to ഉപയോഗിച്ചാൽ എന്തായാലും ചെയ്യണം. We ought to respect. ought to look after our aged parents. നമ്മൾ സംരക്ഷിക്കണം അല്ലെ. നമ്മുടെ പാരന്റ്സിനെ ഏജ് പാരന്റ്സിനെ നമ്മൾ എന്തായാലും സംരക്ഷിക്കേണ്ടതാണ്. It's our duty, it's our obligation. We ought to do that. നമ്മൾ എന്തായാലും ചെയ്തിരിക്കണം. Okay, clear ആണോ? ought to. How we make the negative form of ought to? ought to ന്റെ negative form എങ്ങനെ വരും? You oughtn't. Okay, you oughtn't to waste time. Time is so precious. അല്ലെ, time valuable ആണ്. Time is so precious. You oughtn't to. അല്ലെ, ought to ന്റെ negative form oughtn't. കണ്ടോ? oughtn't to waste time. നീ waste ചെയ്യരുത്. Time is so precious. You oughtn't waste time. Okay, you oughtn't. Clear ആണോ? oughtn't to waste time. നീ waste ചെയ്യരുത്. Negative form ആണ്. Negative form. Okay, negative form. oughtn't. Then you oughtn't to throw leaves in public place. നീ ചെയ്യരുത്. Waste. Plastic waste നീ കളയരുത്. You oughtn't to throw plastic waste into the water sources. Water resources ലേക്ക് നീ എന്ത് ചെയ്യരുത്? എറിയരുത്. Plastic waste എറിയരുത്. You oughtn't to throw that. You oughtn't to throw plastic waste into the public streets. Public road. Okay, you oughtn't do that. നീ ചെയ്യരുത്. Okay, you shouldn't do that. Shouldn't പകരമായിട്ടാണ് നമ്മൾ എപ്പോഴും ought to ഉപയോഗിക്കുന്നത്. shouldന് പകരമാണ്. You ought to. Okay, shouldn't. oughtn't to. Okay, shouldnന് പകരമായിട്ടാണ് നമ്മൾ എപ്പോഴും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് should ആണ്. Clear ആണോ? You oughtn't to speak rudely to others. Rude ആയിട്ട് മറ്റുള്ളവരോട് സംസാരിക്കരുത്. You oughtn't. Negative form ആണ്. You oughtn't to speak. Okay, excuse me, anybody is saying something? Excuse me, you want to speak? Then you oughtn't to speak rudely to others. മറ്റുള്ളവരോട് rude ആയിട്ട് സംസാരിക്കരുത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. You oughtn't do that. You shouldn't behave like this. നീ ഇങ്ങനെ behave ചെയ്യാൻ പാടില്ല. Okay, you oughtn't. Negative form. You oughtn't do that. Clear ആണോ? You oughtn't to speak rudely to others. You oughtn't to speak rudely to others. oughtn't ഉപയോഗിച്ച് പറയുന്നത്. oughtn't. shouldn't പകരമായിട്ടാണ് നമ്മൾ oughtn't ഉപയോഗിക്കുന്നത്. shouldn't. Then she ought to take medicine. അവള് മെഡിസിൻ എടുക്കണം, ചെയ്യണം. മെഡിസിൻ അവൾ എടുക്കണം. Okay, she ought to take medicine. She ought to consult a doctor. അവൾ എന്തായാലും ഒരു ഡോക്ടറിനെ കാണണം. She ought to do that. An advice. She ought to do that. She ought to study well. She ought to അവൾ എന്തായാലും ചെയ്യണം. She ought to study well. Clear ആണോ? We ought to clean the room. നമ്മൾ എന്തായാലും ചെയ്യണം. ക്ലീൻ ചെയ്യണം റൂം. നമ്മുടെ റൂം ക്ലീൻ ചെയ്യണം. We ought to clean our environment. നമ്മുടെ പരിസരം ക്ലീൻ ചെയ്യണം. Our surroundings. We ought to do that. We ought to do that. Okay. You ought to throw food. Yes, very good.
You oughtn't throw food. Okay, you oughtn't throw food. Yes, you oughtn't to throw waste. Okay. Is it clear? Ought to അല്ലെ? ought to നെഗറ്റീവ് ഫോം ആണ് ought to. എന്തായാലും ചെയ്യണം, ചെയ്യരുത് എന്നുള്ള ഒരു മീനിങ്ങിൽ നമ്മൾ ought to അല്ലെങ്കിൽ ought to ഉപയോഗിക്കുന്നു അല്ലെ? ഷുഡ് ആണ് ഏറ്റവും ഇൻഫോർമൽ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്, ഷുഡ് ആണ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്, ഫോർമൽ ആണ്. ഓക്കെ, ക്ലിയർ ആണോ? Clear? Okay. Excuse me. Say. You want to repeat? Is it clear or not? Just to reply. Ought to എന്തായാലും ചെയ്യണം, ought to ചെയ്യരുത് ഉള്ളൊരു മീനിങ്ങിലാണ് ought to ഉപയോഗിക്കുന്നത്. Then teachers ought to appreciate the ability of your children. അതായത് നിങ്ങളുടെ കുട്ടികളുടെ എബിലിറ്റീസ്, കഴിവുകളെ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യണം. You ought to do that. Okay, നിങ്ങൾ ചെയ്യണം. You oughtn't do that. You oughtn't to behave so rudely to others. ഇങ്ങനെ മറ്റുള്ളവരോട് ചെയ്യരുത്. You oughtn't do that. You oughtn't to behave so rudely to others. നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്. oughting to നെഗറ്റീവ് ഫോം. ഇത്രയേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. The next one is have to. നമ്മൾ have to ഉപയോഗിക്കുന്നത്. അത് മതി, നമ്മൾ എന്തായാലും ചെയ്യണം, ചെയ്യേണ്ടതാണ്. Have to ഉപയോഗിച്ചിരിക്കുന്നു. To express compulsion or obligation also we use have to ഉപയോഗിച്ച് പറയുന്നു. Have to ഏകദേശം എല്ലാം ഏകദേശം ഒരു സിമിലർ യൂസേജ് ആണ്. ഏകദേശം എല്ലാ ഒരു സിമിലർ ആയിട്ടുള്ള യൂസസ് ആണ്. To express compulsion or obligation we use have to. Can you give me some example by using have to? നീ എന്തായാലും ചെയ്യണം എന്നുള്ളൊരു മീനിങ് തന്നെയാണ് have to എന്നുള്ളത്. Okay, children have to go to school. Okay, children have to go to school. We have to meet a person. എനിക്ക് കാണേണ്ടതുണ്ട്, എനിക്ക് കാണണം, ഒരാളെ കാണണം. We have to meet a person. അല്ലെ? She has to study tonight. ഇന്ന് രാത്രി എന്തായാലും പഠിക്കണം. She has to study. പഠിക്കേണ്ടതാണ് അല്ലെങ്കിൽ പഠിക്കണം. Okay, she has to study tonight. I have to reach home before night. എനിക്ക് വീട്ടിൽ എത്തേണ്ടതാണ്. It's getting dark. Because it's getting dark, I have to reach my home earlier. Okay, എനിക്ക് നേരത്തെ എന്റെ വീട്ടിൽ എത്തേണ്ടതാണ്. Because it's getting dark. It's getting dark. രാത്രി ആവുന്നു, ഇരുട്ടാവുന്നു. So I want to. So I have to reach my home earlier. Have to ഉപയോഗിക്കുന്നു. Clear ആണോ? Can you give me some example by using have to? Have to ഉപയോഗിച്ച് പറയുന്നു. Have to. Then he ആണെങ്കിലോ he, she, it ആണ് സിംഗുലർ സബ്ജക്റ്റ് ആണ് വരുന്നതെങ്കിൽ have to ന് പകരം എന്തായിരിക്കും വരുന്നത്? He, she, it. Have to വരുമ്പോൾ I have to, you have to, അല്ലെ? They have to, we have to. He, she, it ആണ് വരുന്നെങ്കിൽ എന്ത് വരും? Have to. ഇത് have to വന്നപ്പോ he, she, it ആണ് വരുന്നതെങ്കിൽ എന്ത് വരും? Has to വരും. He has to go. ടീച്ചറെ എന്തോ നീഡ് ടു വരത്തില്ലയോ? നമ്മളിപ്പോ have to അല്ലേ ഡിസ്കസ് ചെയ്യുന്നേ? ഹാർഡ് ടു വരത്തില്ലയോ? അത് past tense. had to വരുമ്പോ past tense അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. മീൻസ് ഇപ്പൊ have to അല്ലെങ്കിൽ has to ആണ് പറയുന്നത്. I have to, we have to അല്ലെ? പ്ലൂറൽ സബ്ജക്റ്റ് ഒക്കെ വരുമ്പോ ഐയും യുവും എക്സെപ്ഷണൽ കേസ് ആണ്. പ്ലൂറൽ സബ്ജക്ട്സ് they, we, my parents, my family അല്ലെ വരുമ്പോ എന്ത് വരും? have to ഉപയോഗിച്ച് പറയുന്നു. have to ചെയ്യേണ്ടതാണ്. I have to go to office. എനിക്ക് പോകണം അല്ലെ? എനിക്ക് പോകേണ്ടതാണ്. I have to go to office. Then സിംഗുലർ സബ്ജക്റ്റ് ആണ്. he, she, it ആണ് വരുന്നെങ്കിൽ എന്ത് ഉപയോഗിക്കും? has to ഉപയോഗിച്ച് പറയുന്നു. has to ഉപയോഗിച്ച് പറയുന്നു. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നതാണ് ടെൻസിലെല്ലാം നമ്മൾ
ഹാവും ഹാസും എപ്പോഴാണ് ഇത് പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കുന്നതാണ് ഹാവ് ടു ഹാസ് ടു. പ്രസന്റ് ടെൻസ് പാസ്റ്റ് ടെൻസ് വരുമ്പോഴാണ് ഹാഡ് ടു അല്ലേ? അവന് ചെയ്യേണ്ടതുണ്ടായിരുന്നു അല്ലെ? ചെയ്യേണ്ടതുണ്ടായിരുന്നു. ഹാഡ് ടു എങ്ങനെ ഉപയോഗിക്കാം? ഹാഡ് ടു എങ്ങനെ ഉപയോഗിക്കാം? ഐ ഹാഡ് ടു മീറ്റ് മൈ ഫ്രണ്ട് യെസ്റ്റർഡേ. ഇന്നലെ നേരത്തെ ഐ ഹാഡ് ടു മീറ്റ് എ ഫ്രണ്ട് യെസ്റ്റർഡേ. എനിക്കൊരു ഫ്രണ്ടിനെ കാണേണ്ടതുണ്ടായിരുന്നു. ഐ ഹാഡ് ടു മീറ്റ്. ഐ ഹാഡ് ടു കൺസൾട്ട് എ ഡോക്ടർ യെസ്റ്റർഡേ. എനിക്കൊരു ഡോക്ടറിനെ കാണേണ്ടതുണ്ടായിരുന്നു. ഇത് കാണണമായിരുന്നു. ഐ ഹാഡ് ടു മീറ്റ് എ ഡോക്ടർ. ടീച്ചർ അത് പാസ്റ്റ് അല്ല, അത് പാസ്റ്റ് അല്ലേ? ആ ഹാഡ് ടു ഉപയോഗിക്കുന്നത് പാസ്റ്റ് ആണ് കേട്ടോ. ഹാഡ് ടു ചോദിച്ചതുകൊണ്ട് പറഞ്ഞതാണ്. ടോം ഹാഡ് ടു ചോദിച്ചത് കൊണ്ട് പറഞ്ഞതാണ്. പാസ്റ്റ് ആണ് ഹാഡ് ടു ഉപയോഗിക്കുന്നത്. ഹാവ് ടു ഹാസ് ടു പ്രസന്റ് ടെൻസ് ആണ്. ഓക്കെ, ഇപ്പൊ ചെയ്യണം, ചെയ്യേണ്ടതുണ്ട്. ഐ ഹാവ് ടു ക്ലീൻ മൈ റൂം. ഓക്കെ, എനിക്ക് ചെയ്യേണ്ടതുണ്ട്, എനിക്ക് എന്റെ റൂം ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. ഐ ഹാവ് ടു. ഐ യു ഹി സോറി ഐ യു ബി ദേ. Then plural subjects വരുമ്പോ എന്ത് ഉപയോഗിക്കുന്നു? ഹാവ് ടു ഉപയോഗിച്ച് പറയുന്നു. ഹാവ് ടു ഉപയോഗിച്ച് പറയുന്നു. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഐ യു ബി ദേ വരുമ്പോ എന്ത് വരും? ഹാവ് ടു ഉപയോഗിച്ച് പറയുന്നു. ഐ ഹാവ് ടു സ്ലീപ്. എനിക്ക് ഉറങ്ങണം. ഐ ഹാവ് ടു സ്ലീപ് നൗ. ഓക്കെ, ഐ ഹാവ് ടു സ്ലീപ്. ഐ ഹാവ് ടു ഡു. ഐ ഹാവ് ടു ഡു മൈ ഹോംവർക്ക്. എനിക്ക് ഹോംവർക്ക് ചെയ്യണം. ഐ ഹാവ് ടു ഡു മൈ ഹോംവർക്ക്. എനിക്ക് ഹോംവർക്ക് ചെയ്യണം. ഐ ഹാവ് ടു ഡു ദാറ്റ്. Then what we say, you have to go to bed now. You have to go. നിനക്ക് പോകണം. അല്ലെങ്കിൽ you have to go to office. Okay, നിനക്ക് പോകാം അല്ലെങ്കിൽ നിനക്ക് പോകണം. ഓഫീസിൽ പോകേണ്ടതുണ്ട്. He has to. He വരുമ്പോൾ എന്ത് ഉപയോഗിക്കുന്നു? He has to do. He has to do his homework. He, she, it വരുമ്പോ he, she, it. Then my brother. എന്റെ സഹോദരന് സ്കൂളിൽ പോകണം. എങ്ങനെ പറയും? എന്റെ സഹോദരന് സ്കൂളിൽ പോകണം എങ്ങനെ പറയും? My brother has to go to. Yes, my brother has to. Singular subject ആണല്ലേ? Singular subject ആണ് my brother. ഒരാളുള്ളൂ. My brother has to go to school. My brother has to go to school. എനിക്ക് പോകണം. എനിക്ക് സ്കൂളിൽ പോകണം എങ്ങനെ പറയും? I want to go to. എനിക്ക് അത് want to ഉപയോഗിച്ച് have to ഉപയോഗിച്ച് എങ്ങനെ പറയും? I have to go to school. I have to go to. എനിക്ക് പോകേണ്ടതുണ്ട്. എനിക്ക് പോകണം. I have to go to school. I have to go to my office. എനിക്ക് പോകണം. Okay, I have to go to my office. I വരുമ്പോൾ have to. I, you, we, they ഉപയോഗിക്കുമ്പോൾ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ഹാവ് ടു ഉപയോഗിക്കുന്നു. ഹി, ഷീ, ഇറ്റ് വരുമ്പോൾ എന്ത് ഉപയോഗിക്കുന്നു? ഹാസ് ടു ഉപയോഗിക്കുന്നു. സിംഗുലർ സബ്ജക്റ്റ് ആണ് വരുന്നതെങ്കിൽ ഹാസ് ടു ഉപയോഗിച്ച് പറയുന്നു. ഹി ഹാസ് ടു വർക്ക് ഹാർഡ്. അവന് വർക്ക് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഹാർഡ് വർക്ക് ചെയ്യേണ്ടതുണ്ട്. ഹി ഹാസ് ടു വർക്ക് ഹാർഡ് for become successful in your life. To become successful, he has to do that. He has to work hard to become successful. Okay, successful ആകാൻ, വിജയിക്കുവാൻ അവന് ഹാർഡ് വർക്ക് ചെയ്യണം. He has to work hard. Excuse me, please move. Then അയ്യോ ഈ മാസത്തേക്ക് പൈസക്ക് കുറച്ച് ആവശ്യമില്ല. ഞാൻ കുറെ ലീവ് ഒക്കെ please mute. Clear ആണോ? has to, have to. എനിക്ക് മുറി വൃത്തിയാക്കേണ്ടതുണ്ട് എങ്ങനെ പറയാം? എനിക്ക് മുറി വൃത്തിയാക്കേണ്ടതുണ്ട് എങ്ങനെ പറയും? Excuse me. എനിക്ക് മുറി വൃത്തിയാക്കണം അല്ലെങ്കിൽ വൃത്തിയാക്കേണ്ടതുണ്ട് എങ്ങനെ പറയും? I has to clear I the have room. to clear the room. Yes, I Joby has say. to clear the room. I have to. I have to. Yes, good. I have to clean my room. I വരുമ്പോൾ എന്ത് തന്നെ have to ആണ് പറയട്ടെ. I have to clean my Clear room. my. Yes. നിനക്കൊരു ഡോക്ടറിനെ നാളെ കാണേണ്ടതുണ്ട്. നിനക്കൊരു ഡോക്ടറിനെ നാളെ കാണേണ്ടതുണ്ട് എങ്ങനെ പറയാം?
you had to നിനക്ക് നാളെ ഒരു ഡോക്ടറിനെ കാണണം അല്ലെങ്കിൽ കാണേണ്ടതുണ്ട് എങ്ങനെ പറയും? tomorrow you has to യു tomorrow you had to see a doctor. ടുമോറോ ജോബി പഠിച്ചാൽ ആൻസർ. You have to consult a doctor tomorrow. Very good. You have to consult a doctor. You have to consult a doctor tomorrow. Have to. You വരും have to. Tomorrow നാളെയാണ്. Okay. You have to consult a doctor tomorrow. You can say that. Okay. Then അവൾക്ക് ഓഫീസിൽ പോകേണ്ടതുണ്ട്. അവൾക്ക് ഇന്ന് ഓഫീസിൽ പോകേണ്ടതുണ്ട്. എങ്ങനെ പറയാം? അവൾക്ക് ടീച്ചറെ അത് മുമ്പിൽ ഇട്ടൂടെ? എന്താ? tomorrow you had to see a doctor എന്ന് പറഞ്ഞൂടെ? ഹാഡ് ടു പാസ്റ്റ് അല്ല, ഇന്നലെ നടന്ന കാര്യമാണ്. നമുക്ക് ഹാഡ് ടു ഡിസ്കസ് ചെയ്യാം. ഹാവ് ടു ഹാസ് ടു കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ. നിനക്ക് അവൾക്ക് ഓഫീസിൽ പോകേണ്ടതുണ്ട്. ഇന്ന് അവൾക്ക് ഓഫീസിൽ പോകണം. അല്ലെങ്കിൽ അവൾക്ക് ഇന്ന് ഓഫീസിൽ പോകേണ്ടതുണ്ട്. എങ്ങനെ പറയാം? അവൾക്ക് അവൾക്ക് ഇന്ന് ഓഫീസിൽ പോകണം. എങ്ങനെ പറയും? ഷീ വരുമ്പോ എന്ത് വരും? ഷീ. She has Yes, good. Yes, good. She has to go to office she today. has to go to the office today. Yes, very good. She has to go to the office today. Yes, good. She has to go. അല്ലെ, she വന്നപ്പോ has to ഉപയോഗിച്ചു. She has to go to office today. Then എനിക്ക് റീഡിംഗ് ഫിനിഷ് ചെയ്യേണ്ടതുണ്ട്. എനിക്ക് റീഡിംഗ് ഫിനിഷ് ചെയ്യേണ്ടതുണ്ട്. I have to finish my I have to finish. Yes, my reading. Okay, I have to finish. Then had to എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? പാസ്റ്റിൽ നടന്നുപോയ കാര്യങ്ങൾ പറയുമ്പോഴാണ് നമ്മൾ had to ഉപയോഗിക്കുന്നത്. had past tenseലാണ് നമ്മൾ ഉപയോഗിച്ചത് അല്ലെ? നമ്മൾ ടെൻസ് പഠിച്ചപ്പോ കണ്ടു have has എന്താണ് പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കുന്നു. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോഴാണ് have to has to അല്ലെ? had to എപ്പോഴാണ്? നേരത്തെ നടന്നുപോയ കാര്യങ്ങൾ, അതായത് ചെയ്യേണ്ടതുണ്ടായിരുന്നു, എനിക്ക് അങ്ങനെ ചെയ്യണമായിരുന്നു, എനിക്ക് അവിടെ പോകേണ്ടതുണ്ടായിരുന്നു, എനിക്ക് അവിടെ പോകണമായിരുന്നു അല്ലെ, എനിക്ക് അവിടെ പോകേണ്ടതുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? had to ഉപയോഗിച്ച് പറയുന്നത്. ഓക്കെ, had to ഞാൻ ഇന്നലെ അങ്ങനെ ചെയ്യേണ്ടതുണ്ടായിരുന്നു, അവനെ കാണേണ്ടതുണ്ടായിരുന്നു. ഓക്കെ, നോക്കാം. എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടതുണ്ടായിരുന്നു. ഇന്നലെ എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടതുണ്ടായിരുന്നു. എങ്ങനെ പറയാം? ടോം പറ. എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടതുണ്ടായിരുന്നു. എങ്ങനെ പറയും? I had to go to hospital to. ഇന്നലെ. Yesterday. Yesterday. I had to go to the hospital yesterday. It's good. I had to go to the hospital yesterday. എനിക്ക് ഇന്നലെ പോകേണ്ടതുണ്ടായിരുന്നു. I had to consult a doctor. എനിക്ക് ഇന്നലെ ഒരു ഡോക്ടറിനെ കാണേണ്ടതുണ്ടായിരുന്നു. സോ അല്ലെ, ഞാൻ അതുകൊണ്ടാണ് പോയത് അല്ലെ, അതുകൊണ്ടാണ് നീ എന്നെ കാണാഞ്ഞത് അല്ലെ. I had to meet a doctor. I had to consult a doctor. I had to work അല്ലെ. I had to finish my work yesterday. എനിക്ക് ഇന്നലെ എന്റെ വർക്ക് ഫിനിഷ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. ഓക്കെ, എനിക്ക് ചെയ്യേണ്ടതുണ്ടായിരുന്നു, പറയേണ്ടതുണ്ടായിരുന്നു, പോകേണ്ടതുണ്ടായിരുന്നു. നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? had to ഉപയോഗിക്കുന്നു. ഏത് സബ്ജക്ട് വന്നാലും സിംഗുലർ ആയിക്കോട്ടെ പ്ലൂറൽ ആയിക്കോട്ടെ, സബ്ജക്ട് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും had to ഉപയോഗിക്കുന്നു. പക്ഷെ പ്രസന്റ് ടെൻസില് എങ്ങനെയാണ്? have to അല്ലെങ്കിൽ has to ആണ് ഉപയോഗിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? have to അല്ലെങ്കിൽ has to ഉപയോഗിച്ച് പറയുന്നു. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ടു എക്സ്പ്രസ് എ കമ്പൽഷൻ ഓർ ഒബ്ലിഗേഷൻ, നമ്മൾ എന്തായാലും ചെയ്യേണ്ട കാര്യങ്ങൾ പറയുമ്പോൾ I have to go to the office. Okay, I have to go to the, we have to go to the park today. We have to go to the church today. നമുക്ക് പോകണം, പോകേണ്ടതുണ്ടെന്ന് പറയുമ്പോൾ നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങളാണ്. Then we use have to. അല്ലെങ്കിൽ നമ്മുടെ ഒബ്ലിഗേഷൻ. Okay, obligation, നമ്മുടെ ഡ്യൂട്ടീസ്. You have to look after your parents. നീ ചെയ്യേണ്ടതുണ്ട്, പറയേണ്ടതുണ്ട്, അങ്ങനെയൊക്കെ പറയുമ്പോഴും നമ്മൾ have to അല്ലെങ്കിൽ has to ഉപയോഗിച്ച് പറയുന്നു പ്രസന്റ് ടെൻസിൽ. Then past tense ഉപയോഗിക്കുമ്പോൾ had to ആണ് ഉപയോഗിക്കുന്നത്. past tense എന്താ ഉപയോഗിക്കുന്നത്?
had to ചെയ്യേണ്ടതുണ്ടായിരുന്നു, പറയേണ്ടതുണ്ടായിരുന്നു, പോകേണ്ടതുണ്ടായിരുന്നു. Okay, we use had to. Had to ഉപയോഗിച്ച് പറയുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്തത് ought to, have to അല്ലെങ്കിൽ has to ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് വൺ ഈസ് had better. കുറച്ചുകൂടി നല്ലതായിരുന്നു, നീ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു, അല്ലെ? നീ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു. ഇറ്റ്സ് എ സ്ട്രോങ് അഡ്വൈസ്, ഗിവിംഗ് എ സ്ട്രോങ് അഡ്വൈസ്. ഒരു നല്ലൊരു അല്ലെ സ്ട്രോങ് ആയിട്ടൊരു അഡ്വൈസ് കൊടുക്കുന്നു. യു ഹാഡ് ബെറ്റർ see a doctor. You had better consult a doctor. നീ ഒരു ഡോക്ടറിനെ കണ്ടിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു. Excuse me. You had better consult a doctor. നീ ഒരു ഡോക്ടറിനെ കണ്ടിരുന്നെങ്കിൽ, അല്ലെ? Because you are not well, because you are so tired, അല്ലെ? You look so tired. So you had better consult a doctor. നീ ഡോക്ടറിനെ കണ്ടിരുന്നെങ്കിൽ നല്ലതായിരുന്നു. നമ്മൾക്ക് ഒരു സ്ട്രോങ് അഡ്വൈസ് കൊടുക്കുന്നു, അല്ലെ? ഒരു സ്ട്രോങ് അഡ്വൈസ് കൊടുക്കുവാൻ നമ്മൾ എന്ത് ഉപയോഗിച്ച് പറയുന്നു? ഹാഡ് ബെറ്റർ ഉപയോഗിച്ച് പറയുന്നു. ഹാഡ് ബെറ്റർ ഉപയോഗിച്ച് പറയുന്നു. We had better leave now, it's getting dark. അല്ലെ? നമ്മളിപ്പോൾ പോകുന്നതായിരിക്കും നല്ലത്. Because it's getting dark. It's getting dark. Okay. It's going to rain. It's going to rain, so we had better leave now. We had better leave now. We had better leave the office now. നമ്മൾ ഓഫീസിൽ നിന്ന് ഇപ്പോൾ പോകുന്നതായിരിക്കും നല്ലത്. Because it's going to rain. മഴ പെയ്യാൻ പോകുന്നു, അല്ലെ? It's getting dark. ഇരുട്ടാകാൻ പോകുന്നു, അല്ലെ? It's getting dark. ഇരുട്ടാകുന്നു. So we had better to leave. We had better leave now. We had better ന് ശേഷം to ഉപയോഗിക്കാൻ പാടില്ല. We had better leave now because it's getting dark. Clear ആണോ? കുറച്ചുകൂടി നല്ലതായിരുന്നു, ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു എന്ന് പറയുവാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? had better ഉപയോഗിക്കുന്നത്. had better ഉപയോഗിക്കുന്നത്. Then he had better not come late. നെഗറ്റീവ് ഫോം ആണ് എന്ത്? had better not. Okay, നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്, അല്ലെ? ഈ വരുന്നത് ലേറ്റ് ആയിട്ട് വരുന്നത് നല്ലതിനല്ല. യു ഹാഡ് ബെറ്റർ ചെയ്യുന്ന അത് നല്ല കാര്യമല്ല. യു ഹാഡ് ബെറ്റർ നോട്ട് കം ലേറ്റ്. ഇങ്ങനെ ലേറ്റ് ആയി വരുവാൻ, അല്ലെ, വരാതിരിക്കാൻ ശ്രദ്ധിക്കൂ എന്നുള്ളൊരു മീനിങ്ങിലാണ്. യു ഹാഡ് ബെറ്റർ കം ലേറ്റ്. യു ഹാഡ് ബെറ്റർ നോട്ട് കം ലേറ്റ്. സോറി, യു ഹാഡ് ബെറ്റർ നോട്ട് കം ലേറ്റ്. നെഗറ്റീവ് ഫോം. യു ഹാഡ് ബെറ്റർ നോട്ട് കം ലേറ്റ്. The next one, I had better not go out today. I am sick. ഞാൻ ഇന്ന് പുറത്ത് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്, അല്ലെ? പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. Because I am not sick, I am not well. And എനിക്ക് സുഖമല്ല, എനിക്ക് സുഖമില്ല. Because I am not well. I had better not go out today. Negative form. Had better. I had better not go out today because I am sick. ഞാൻ എനിക്ക് സുഖമില്ല, അതുകൊണ്ട് എനിക്ക് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. ക്ലിയർ ആണോ? കുറച്ചുകൂടി നല്ലതായിരുന്നു, ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു. യു ഹാഡ് ബെറ്റർ കൺസൾട്ട് എ ഡോക്ടർ. Okay, you had better consult a doctor. We had better leave now because it's getting dark. Can you give me some examples for using had better or had better not? Can you give me? അങ്ങനെ ചെയ്തില്ല. I had better take an umbrella. അല്ലെ, ഞാനൊരു അംബ്രല്ല എടുത്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു. I had better take an umbrella. I had better take an umbrella. You had better call me after my work. എന്റെ വർക്കിന് ശേഷം വിളിക്കുന്നതായിരിക്കും നല്ലത്. You had better call me after my work. എന്റെ വർക്കിന് ശേഷം വിളിക്കുന്നതായിരിക്കും നല്ലത്. You had better call me after my work. You had better call me after my work. We had better get up early tomorrow. നാളെ കുറച്ചുകൂടി നേരത്തെ എഴുന്നേറ്റിരുന്നെങ്കിൽ നല്ലതായിരുന്നു. Strong advice, അല്ലേ? We had better get up early tomorrow. We had better get up early tomorrow. Had better. നമ്മള് ought to
നമ്മളിത് ഡിസ്കസ് ചെയ്ത് ഏതൊക്കെയായിരുന്നു? ought to എന്തായാലും ചെയ്യണം അല്ലെ, ചെയ്യേണ്ടതാണ്. ought to അല്ലെ, have to. The next one is had better. Give me ought to ഉപയോഗിച്ച് രണ്ട് എക്സാമ്പിൾ പറയോ? ought to. Any other examples? You try. By using ought to. Excuse me, are you there? Any example? Give me some examples by using ought to. നമ്മൾ എന്തായാലും ചെയ്യണം, ചെയ്യേണ്ടതാണ് ഉള്ളൊരു മീനിങ്ങിലാണ് ought to ഉപയോഗിക്കുന്നത്. Okay, can you give me some example by using ought to? Ought to. Children ought to study well. Yes, children ought to study well. Very good. Children ought to study well. Yes, good. Then, കുട്ടികൾ എന്തായാലും പഠിക്കണം, നന്നായി പഠിക്കണം. കുട്ടികൾ നന്നായി പഠിക്കണം. അതായത് ഷുഡിന് പകരമായിട്ട് നമ്മൾ ought to ഉപയോഗിക്കുന്നു. കൂടുതൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ഷുഡ് ആണ്. ought to ഇൻഫോർമൽ ആണ്. സോറി, ought to ഫോർമൽ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇൻഫോർമൽ ആയിട്ട് കൂടുതൽ ഉപയോഗിക്കുന്നത് ഷുഡ് ആണ്. You should study well. അതിന് പകരമായിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? You ought to study well. Okay, then any other example? Any other example by using ought to? Anyone else? We ought to add more vegetables in our daily meals. We ought to നമ്മൾ ചെയ്യേണ്ടതുണ്ട്. Add, include more vegetables in our daily meal. We ought to do regular exercise. Okay, we ought to do ചെയ്യേണ്ടതുണ്ട്. Okay, നമ്മൾ എക്സസൈസ് ചെയ്യണം. Okay, you ought to consult a doctor before taking medicine. നീ കൺസൾട്ട് ചെയ്യണം, ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം. നീ മെഡിസിൻ എടുക്കുന്നതിന് മുമ്പ് ഒരു ഡോക്ടറിനെ എന്തായാലും കൺസൾട്ട് ചെയ്യണം. Then have to. Next one is have to. ഏകദേശം ought to തന്നെ അല്ലെ, ഒബ്ലിഗേഷനും കമ്പൽഷനും ആണ് have to ഉപയോഗിച്ച് ചെയ്യേണ്ടത്. We have to go to the office. Have to അല്ലെങ്കിൽ has to present tense ഉപയോഗിക്കുന്നു. Have to അല്ലെങ്കിൽ has to. അതായത് ഓരോ സബ്ജക്ട്സ് ആണ് വരുന്നതെങ്കിൽ they have to, they have to, we have to, we have to go to the park today. We have to go to the park today. എനിക്ക് പോകേണ്ടതുണ്ട്. We have to go for a lunch. Okay, I have to go with my friends. എൻ്റെ ഫ്രണ്ട്സ് ആയിട്ട് എനിക്ക് പോകേണ്ടതുണ്ട്. I have to go with my friends. We have to go to watch a movie. We have to. Okay, then she ആണെങ്കിലോ she has to do her homework. She has to complete her project work. She has to. He has to. It has to. Okay, has to, have to അല്ലെങ്കിൽ has to ഉപയോഗിച്ച് പറയുന്നു. Past tense ആണെങ്കിൽ I have to, sorry, had to ഉപയോഗിക്കുന്നു. Past tense എന്ത് ഉപയോഗിക്കുന്നു? Had to ഉപയോഗിക്കുന്നു. ഏത് സബ്ജക്റ്റ് ആയാലും എന്താ ഉപയോഗിക്കുന്നത്? സിംഗുലർ ആയിക്കോട്ടെ, പ്ലൂറൽ ആയിക്കോട്ടെ, എന്നുപയോഗിച്ച് പറയുന്നു. Past tense had to. Okay, I had to consult a doctor yesterday. എനിക്ക് ഇന്നലെ ഒരു ഡോക്ടറിനെ കാണാനുണ്ടായിരുന്നു. I had to finish. Okay, I had to finish my project earlier, or I had to finish my project yesterday. എനിക്ക് പ്രോജക്ട് ഫിനിഷ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. had to ഉപയോഗിച്ച് past tense had to ഉപയോഗിക്കുന്നു. Then had better. Had better എന്തായിരുന്നു? കുറച്ചുകൂടി നല്ലതായിരുന്നു. ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു. Okay, you had better see a doctor. You had better consult a doctor. Okay, and you had better seek some advice from your elders. അല്ലെ, എന്തെങ്കിലും ഒരു അഡ്വൈസ് കേൾക്കൂ. ഓക്കെ, ഇതിന് പ്രസന്റ് ടെൻസ്, ഇതിന് പാസ്റ്റും പ്രസന്റും കുഴപ്പമില്ല. അങ്ങനെയില്ല കേട്ടോ. ഹാഡ് ബെറ്റർ അങ്ങനെയില്ല കേട്ടോ. ഹാഡ് ബെറ്ററിന് ശേഷം ടു ഉപയോഗിക്കാൻ പാടില്ല അല്ലെ. ഹാഡ് ബെറ്റർ അങ്ങനെയില്ല. നീ ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ളൊരു മീനിങ് ആണ്. യു ഹാഡ് ബെറ്റർ കൺസൾട്ട് എ ഡോക്ടർ ബിഫോർ ടേക്കിംഗ് മെഡിസിൻ. Okay, we had better leave now. We had better leave now. ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ I had better take an umbrella before it's going to rain. It's going to rain, so I had better take
an umbrella. You had better take an umbrella. It's going to rain. നീ എടുക്കുന്നതായിരിക്കും നല്ലത്, ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരു സ്ട്രോങ് ആണ് പ്ലേസ് കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഹാഡ് ബെറ്റർ ഉപയോഗിച്ച് പറയുന്നത്. ഹാഡ് ബെറ്റർ. Okay, if you have any doubts, we will discuss it later. Okay, the next class we discuss. Okay, I think it's the time to finish our class. So, thank you. Either wait Thank for you. your next. Wait Thank for you, your ma'am. next. Okay, thank you.